ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഇംതിയാസ് ഖാൻ. നമ്മുടെ ഫാൽക്കണിക്സ് PSC എല്ലാവർക്കും സ്വാഗതം. നോക്കിക്കേ, ട്രസ്റ്റ് യുവർ സെൽഫ്, യു ഹാവ് സർവൈവ്ഡ് എ ലോട്ട് ആൻഡ് യു വിൽ സർവൈവ് വാട്ട് എവർ ഈസ് കമ്മിങ്. നിങ്ങളെ പുറത്തു പറയാത്ത 100ഓളം കാര്യങ്ങൾ സർവൈ ചെയ്തിട്ടുള്ളവരാ. പല പല പ്രതിസന്ധികളും, നാളെ ഇന്നത് സംഭവിക്കുമോ, നാളെ ഇന്നതുപോലെ പറയുമോ, ഇന്ന പ്രശ്നങ്ങൾ എൻ്റെ മുകളിൽ വരുമോ എന്നുള്ള പല പല ചിന്തകൾ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് എടുത്തേ. പല ചിന്തകൾ തരണം ചെയ്തും ഫേസ് ചെയ്തും സർവൈ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇപ്പൊ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കേൾക്കുന്നത്, അല്ലെ? അതേപോലെ ഇനിയുള്ള കാര്യത്തിന് നമുക്ക് സർവൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ പല ടെൻഷനുകളും കുറഞ്ഞു കിട്ടും. അപ്പൊ ജീവിതത്തിലെ പലതും സർവേ ചെയ്തിട്ടുള്ള വോറിയേഴ്സ് ആണ് നിങ്ങൾ. ഇനിയുള്ള ദിവസങ്ങളും നിങ്ങൾ സൂപ്പറായിട്ട് തരണം ചെയ്യും, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ASM എക്സാം നേടിയെടുക്കുക, അതേപോലെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ നേടിയെടുക്കുക. ഓക്കെ, അപ്പൊ ഈ യാത്ര നമ്മൾ ഇവിടുന്ന് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുകയാണ്. അടിപൊളി ചോദ്യങ്ങളാ, പഠിച്ചെടുത്തോണേ. നിരാലംബരും നിർധനരുമായിട്ടുള്ള കുടുംബങ്ങൾ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താ പദ്ധതിയുടെ പേര്? അഗതി രഹിത കേരളമാണ്. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണമാണ് അഗതി രഹിത കേരളം. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് എന്ന് ചോദിക്കും? അതിന്റെ ആർട്ടിക്കിൾ എത്ര? ആർട്ടിക്കിൾ 40. ഓക്കെ, വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിക്കുന്നത് 40 ആണ്. അപ്പൊ വേറൊന്നും കൂടെ ഉണ്ട്, ഗ്രാമസഭ. 100 തവണ ഞാൻ പഠിപ്പിച്ചെങ്കിൽ ഞാൻ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ അത് മറന്നുപോയി, അതുകൊണ്ട് ഒന്നുകൂടെ എഴുതി തരുക. ഗ്രാമസഭ 243 AU ആണെന്ന് ഓർത്തു വെച്ചോണം. ഇത്ര ഓർത്തു വെക്കോ, പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്ന വകുപ്പ്, അതായത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും. അത് 356 ആണ്. സ്റ്റേറ്റ് എമർജൻസി എന്നാണ് പറയുന്നത്, സംസ്ഥാന അടിയന്തരാവസ്ഥ. അല്ലെങ്കിൽ വേറൊരു പേരെന്താ? പ്രസിഡന്റ് റൂൾ എന്നും പറയാറുണ്ട്, അല്ലെ? 356 ഓർത്തോളം. എന്നാൽ ദേശീയ അടിയന്തരാവസ്ഥ എങ്ങനെയാ പറയുന്നത് അറിയാമോ? നാഷണൽ എമർജൻസി. ഓക്കെ, നാഷണൽ എമർജൻസി ആണ് ദേശീയ അടിയന്തരാവസ്ഥ. നിലവിൽ 3 തവണയാണ് ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഓർത്തു വെച്ചോണം. റെഡിയാണോ? 1962 ഇൻഡോ ചൈന വാർ, 1971 ഇന്ത്യ പാകിസ്ഥാൻ, 1975. ഇത്രയും ഓർത്ത് വെക്കുവോ? 3 തവണ. അടുത്ത വേറെണ്ണം ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്, അത് ഇതുവരെ 0 ടൈംസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഓർത്ത് വെച്ചോണം. ഇനി 368 ആണെന്നുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യുന്നതിനെ പറ്റി പറയുന്നുള്ള അമെൻഡ്മെന്റ് എന്ന് കേട്ടുണ്ടോ? ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 368. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ കടവും എടുത്തിട്ടുള്ളത്, ഓർത്ത് വെച്ചോണം. റെഡിയാണോ? ഇത്രയും ഓക്കെ ആയിട്ട് കിട്ടത്തില്ലേ? സെറ്റ് അല്ലേ? ശരി, ഈ ഭരണഘടനാ ഭേദഗതി അമെൻമെന്റ് ആർട്ടിക്കിൾ 368 പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിക്കും. പാർട്ട് 20 ആണ്. ഓക്കെ, പാർട്ട് 20 ആണ് എന്ന് ഓർത്ത് വെച്ചോണം. ഇത്രയും പഠിച്ചെടുക്കാമോ? ഇത്രയും പഠിച്ചെടുക്കണേ. അതേപോലെ ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആകാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് PSC ചോദിക്കും. അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19ാമത്തെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇൻവാലിഡ് ആക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 358 ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, 358 ആണ്. 358. 20ാമത്തെ ആർട്ടിക്കിളും 21ാമത്തെ ആർട്ടിക്കിളും ഒഴികെ ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇൻവാലിഡ് ആകുമ്പോൾ ഏത് ആർട്ടിക്കിളാണ് ഇഷ്യൂ ചെയ്തതെന്ന് ചോദിക്കും. 359 ആണ്. അപ്പോഴേ ബിഗിനേഴ്സ് ഞെട്ടരുത്, ഇത് ഫുൾ ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്റ്റും മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് LDക്ക് വേണ്ടിയും VFAക്ക് വേണ്ടിയും പിന്നെ അങ്ങനെയുള്ള എല്ലാ 10th ലെവൽ മെയിൻസിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ബാച്ച് ഈ ആഴ്ച കൊണ്ട് ലാസ്റ്റ് ലോഞ്ച് ചെയ്യും. അതോടുകൂടി ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഇത് പഠിച്ചിട്ട് പോയ എക്സാമിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകും, കാരണം അത്രയും പ്രീവിയസ് ഇയറാ പറയുന്നത്. അതുകൊണ്ട് ഫാസ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സൂപ്പർ ആവും. ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകിയ വിഷയമേഖലകൾ ഏതെല്ലാം? ഹരിത കേരളം മിഷന്റെ അകത്ത് ശുചിത്വ മാലിന്യ സംസ്കരണമുണ്ട്, ജലവിഭവ സംരക്ഷണമുണ്ട്, കാർഷിക മേഖലയുടെ വികസനമുണ്ട്. അപ്പം ഹരിത കേരളം മിഷനിൽ ഊന്നൽ നൽകിയിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാ? ഹരിത കേരളം മിഷൻ, ശുചിത്വ മാലിന്യ സംസ്കരണം, ഹരിത കേരളം മിഷൻ, ജലവിഭവ സംരക്ഷണം, ഹരിത കേരള മിഷൻ, കാർഷിക മേഖലയുടെ വികസനം. അപ്പൊ ഹരിത കേരളം മിഷൻ, ശുചിത്വ മാലിന്യം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം, ഇത് 3 ഈ കൂട്ടത്തിൽ പെടുന്നതാണ്, ഓർത്തോണം. ഹരിത കേരളം. അടുത്തത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതും കാണാനും പറ്റും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾക്ക് എന്തോ പറയുന്നത് അറിയാം? മൂലധനം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അതിന് ക്യാപിറ്റൽ എന്ന് പറയും, മൂലധനം എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നിന്നും മിക്കവാറും ടെക്സ്റ്റിലത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
മൂലധനത്തിന് കിട്ടുന്നത് എന്താണ്? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. ഓക്കെ, മൂലധനത്തിന് കിട്ടുന്നത് പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. റിപ്പീറ്റഡ് ചോദ്യം. തൊഴിൽ ചെയ്യുന്നതിനോ വേജസ് അല്ലെങ്കിൽ കൂലി. ഓക്കെ, ശമ്പളം, വേജസ്, കൂലി. എന്താ പറയാ, തൊഴിൽ ചെയ്യുന്നതിന് വേജസ് അല്ലെങ്കിൽ കൂലി കിട്ടും. ക്യാപിറ്റൽ ആണെങ്കിലോ, ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ പലിശ കിട്ടും അല്ലെ ഇൻട്രസ്റ്റ് കിട്ടും. ക്യാപിറ്റൽ ആണെങ്കിൽ പലിശ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. തൊഴിലാണെന്നുണ്ടെങ്കിൽ വേജസ്, കൂലി കിട്ടും. അതേപോലെ ഭൂമിയാണെന്നുണ്ടെങ്കിലോ പാട്ടം കിട്ടും, റെന്റ്. ഭൂമിക്ക് പകരം എന്ത് കിട്ടും? പാട്ടം, റെന്റ്. ഓക്കെ, ടഫ് ചോദ്യങ്ങളാ, എല്ലാവരും സ്കിപ്പ് അടിച്ച് കളയുന്നതാ, നമുക്ക് എഴുതണം. സംഘാടനം, ഓർഗനൈസേഷൻ, സംഘാടനത്തിൽ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇത് എപ്പോഴും തിരിഞ്ഞു പോവരുത്, പഠിച്ചു വെച്ചോണം. മൂലധനമാണെങ്കിൽ പലിശ, സംഘാടനമാണെങ്കിൽ ലാഭം, ഭൂമിക്ക് റെന്റ് അല്ലെങ്കിൽ പാട്ടം, തൊഴിലിന് കൂലിയുമാണ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ച പ്രധാനപ്പെട്ടതാ, ഇത് സ്കിപ്പ് ആക്കരുത്. PSCയുടെ കണ്ണ് ഇവിടെ വീണിട്ടുണ്ട്. കൃഷിയാണെങ്കിലോ വരുമാനം വിളയാ, തൊഴിലാണെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം, ബിസിനസ് ആണെങ്കിലോ ലാഭമാണ് ബിസിനസ്സിൽ നിന്നും, ബാങ്ക് നിക്ഷേപമാണെങ്കിലോ പലിശയാണ്, ആസ്തികളാണെങ്കിലോ വാടക അല്ലെങ്കിൽ പാട്ടമുണ്ട്, ഓഹരി നിക്ഷേപങ്ങളാണല്ലോ ലാഭവിഹിതമുണ്ട്. നമ്മുടെ ഫാൽക്കൺ അക്കാഡമി എന്നുള്ള ആപ്പ്, ഓക്കെ, ഫാൽക്കൺ അക്കാഡമി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ കോഴ്സിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും PDF-ഉം കാണാം. ആ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് താഴെ ലിങ്ക് ഉണ്ട്, പഠിക്കണേ. അപ്പൊ ഇത് വായിച്ചെടുക്കുമല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കാം. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി, നവകേരള അല്ലേ, ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? ഏതാ? പൊതുജനാരോഗ്യ സംവിധാനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫ്രണ്ട്ലി ആക്കുന്നത് ആർദ്രം പദ്ധതിയാണ്. ഹോസ്പിറ്റൽ ഫ്രണ്ട്ലി ആക്കുന്ന ആർദ്രം പദ്ധതി. ഇനി ഭൂമിയുണ്ട്, വീടില്ല ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഹൗസ് വെച്ച് കൊടുക്കുന്നതാണ് ലൈഫ് പദ്ധതി എന്നുള്ളത് ഓർത്ത് വെച്ചോണം. അതേപോലെ ഹരിത കേരളത്തിൻ്റെതാണെങ്കിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹരിത കേരളം ഒന്ന് വായിച്ചേ, അപ്പോൾ റിവിഷൻ ആയില്ലേ. ഇങ്ങനെ പഠിക്കണേ. ഹരിത കേരളം എന്ന് പറയുമ്പോൾ പച്ചപ്പുള്ള കേരളത്തിൻ്റെ അകത്ത് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. ശുചിത്വ മാലിന്യ സംസ്കരണം ഹരിത കേരളം, ജലവിഭവ സംരക്ഷണം ഹരിത കേരളം, കാർഷിക മേഖലയുടെ വികസനം ഹരിത കേരളം. ഇത് മൂന്നെണ്ണം റിവൈസ് ചെയ്ത് പഠിച്ചു വെച്ചോണേ. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസനം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗവേഷണം, പരിശീലനം, പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനം ഈ കൂട്ടത്തിൽ ഏതാണെന്നുള്ളത് അറിയാമോ? ഇതിനുള്ള പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയും. എന്തുവാ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് 1972 കിർട്ടാഡ്സ് ആണെന്ന് ഓർത്തു വെച്ചോണം. പഠിച്ചു വെക്കാമോ അല്ലേ? അപ്പൊ പട്ടികജാതി വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ച് ട്രെയിനിങ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് കിർട്ടാഡ്സ് 1972. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതും കൂടെ പഠിച്ചു വെക്കുവോ? 1990 അല്ലേ? ഇതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിടാം. ഉണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. ഇത്രയും പഠിച്ചു വെക്കുവോ? അപ്പം ഇത്രയും പ്രധാനപ്പെട്ടതാ, ഇതേപോലെ ചോദിക്കാറുണ്ട്. അടുത്തത് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം എന്താണ്? ഹിമാനി, പിന്നെ നമ്മുടെ എന്താ പറയാ വിൻഡുമായി ബന്ധപ്പെട്ടുള്ളത്, പിന്നെ കറണ്ടുമായി ബന്ധപ്പെട്ടുള്ളത്, ഇതൊക്കെ ചോദിച്ച് സ്കിപ്പ് അല്ലേ. ഇത് നോക്കിക്കേ, ഹിമാനി ഇത് പർവ്വതമാണ്. ഈ കാണുന്നത് ഇങ്ങനെ പർവ്വതമാണ്, കണ്ടോ? ഈ പടം നോക്കിയേ, ഇതിങ്ങനെ പർവ്വതമാണ്, വലിയ മലനിരകളാണെന്ന് ഓർത്ത് വെച്ചോണം. പക്ഷെ ഈ മലനിരകളുടെ കണ്ടോ, ഈ മലനിരകൾ ഇങ്ങനെ കിടക്കുവാണ്. ഈ മലനിരകളുടെ ഭാഗമായപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഇത് കണ്ടോ, എന്തോ ഇത് ഇത്രയും കനത്തിൽ ഇവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? ഇതെന്താ? ഇത് മഞ്ഞാണ്, ഗ്ലേസിയേഴ്സ് ആണ്, ഹിമാനിയാണെന്ന് ഓർത്തോണം. അപ്പം ഇത്രയും പർവ്വതമായിട്ടുള്ള മേഖലകളാണ് അല്ലെ, പർവ്വതമായിട്ടുള്ള ഈ മേഖലകളുടെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ബേസിൻ, ഖരേവ ബേസിൻ എന്ന് പറയും. ഖരേവ ബേസിൻ ഹിമാനിയുടെ കനമേറിയിട്ടുള്ള ഒരു നിക്ഷേപമാണ്. ഇത്ര എണ്ണവും അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന മഞ്ഞ് ഗ്ലേസിയർ ഒക്കെയാണ് ഈ ഖരേവ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കോ, ഖരേവ. അപ്പൊ ഇത് പഠിച്ചു വെച്ചോണം.
അടുത്തത് ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന ഗ്രാമപഞ്ചായത്ത് റീകളക്ട് ചെയ്തേ. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിന്റെ ആർട്ടിക്കിൾ എത്രയായിരുന്നു? ഗ്രാമപഞ്ചായത്ത് അല്ലെ വില്ലേജ് പഞ്ചായത്ത് 40. ഇനി ഗ്രാമസഭയാണെന്നുണ്ടായിരുന്നെങ്കിലോ ആർട്ടിക്കിൾ 243 എയുമായിരുന്നു. അപ്പൊ ഇത്ര നിങ്ങൾ ഓർത്ത് വയ്ക്കത്തില്ലേ? സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാനും പഠിക്കാനും പറ്റുമല്ലോ, ഉറപ്പായിട്ടും പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കിട്ടിയോ? ഇനി ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 1995-96 നബാർഡ് ആരംഭിച്ചത്. 95-96 നബാർഡ് ആരംഭിച്ചത്. എന്തുവാ? RIDF, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. മറക്കരുത്, ഇത് 2-3 തവണ ഇപ്പൊ ചോദിച്ചു, യൂണിഫോം എക്സാമിൽ നിന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. നബാർഡിന്റെ കീഴിലാണ് RIDF, നബാർഡിന്റെ കീഴിലാണ് NABARD. ഓക്കെ, നബാർഡിന്റെ കീഴിലാണ് RIDF, റീജിയണൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടാണ്. നബാർഡ് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നെന്നും വർഷവും 100 തവണ പറഞ്ഞു പഠിച്ചിട്ടേ പോകാവൂ. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് RIDF നബാർഡിന്റെ കീഴിലാണെന്ന് മറക്കരുത്. ഇനി വർഷം ചോദിച്ചാൽ ഇത് തന്നെ റെഫറൻസ് ആയിട്ട് വെച്ചോ. PSC വർഷം 1995-96 വർഷത്തിൽ 1995-96 RIDF തുടങ്ങുന്ന നിലവിലുണ്ടെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന വാല്യൂ ആകുമ്പോഴത്തേക്കും സെല്ല് ചെയ്തേര്, ഇന്ന വാല്യൂ ആകുമ്പോഴത്തേക്കും ബൈ ചെയ്തേര് എന്നിങ്ങനെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ, പ്രോഗ്രാമുകൾ, നിബന്ധനകളും കുറെ കണ്ടീഷൻസും വെച്ചിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. ബിസ്ക്കറ്റോ 10 രൂപയാകും കടയിൽ, എപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞാൽ അപ്പൊ പോയി 10 എണ്ണം മേടിച്ചോ കേട്ടോ എന്ന് പറയും. എന്നിട്ട് ആ കടയിൽ 50 രൂപയാകുമ്പോൾ നമ്മളിലുള്ള 10 ബിസ്ക്കറ്റ് അവിടെ കൊണ്ട് വിറ്റോ എന്ന് പറയും. ഒരു കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് എന്തോ പറയുന്നത് അറിയാം? ഓൾഗോ ട്രേഡിംഗ് എന്നുള്ളതാണ്. ഓർത്ത് വെച്ചോണം. ഓൾഗോ ട്രേഡിംഗ് എന്നാണ് ഓർത്തോണേ. ഓക്കെ, ആൽഗോ ട്രേഡിംഗ് എന്ന് ഇതിന് പറയും. നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. ഇത്ര വാല്യൂ ആകുമ്പോൾ വിൽക്കൂ, ഇത്ര വാല്യൂ ആകുമ്പോൾ വാങ്ങിക്കൂ എന്ന് നേരത്തെ പറയുന്നതാണ്. അടുത്തത് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലത്തെ കഥാപാത്രമല്ലാത്തത് ആരാണ്? അപ്പൊ നോക്കിക്കേ, റാം കെയർ ഓഫ് ആനന്ദിയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമുണ്ട്, ആനന്ദിയുണ്ട്, മല്ലിയുണ്ട്, വെട്രിയുണ്ട്, കിരണുണ്ട്, രേഷ്മയുണ്ട്. ഒന്ന് വായിച്ചു വെച്ചു. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് തന്നെ കിട്ടിട്ട്, അല്ലാതെ ആഴത്തിൽ പോയി കിട്ടത്തില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ റാം കെയർ ഓഫ് ആനന്ദിയിലെ പ്രധാന കഥാപാത്രങ്ങൾ റാം കെയർ ഓഫ് ആനന്ദിയിൽ എന്തായാലും റാമും ആനന്ദം ഉണ്ടല്ലോ. പിന്നെ മല്ലി, വെട്രി, കിരൺ, രേഷ്മ. പിന്നെ അതേപോലെ അഖിൽ പി ധർമ്മജന്റെ മറ്റ് നോവലുകളാണ് ഓജോ ബോർഡ്. ട്രൈ ചെയ്തിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? സിമ്പിൾ അല്ലേ? അതൊക്കെ ആരെങ്കിലും നമ്മൾ പേടിക്കാൻ പോകുന്നുണ്ടോ? അല്ലയോ? ഓജോ ബോർഡ് ഉണ്ട്. ഓക്കെ, ഓജോ ബോർഡ്. പിന്നെ മെർക്കുറി ഐലൻഡ്, രാത്രി 12 ശേഷം, ഫുൾ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ അല്ലെ? അഖിൽ പി ധർമ്മജന്റെ ഓർത്ത് വെച്ചാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? മല്ലി നമ്മൾ വായിച്ചു, രേഷ്മ വായിച്ചു, കിരണും വായിച്ചു. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്ത നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തതിലോട്ട് പോവുക. എല്ലാ ഋതുക്കളുടെയും എല്ലാ സീസണിന്റെയും സവിശേഷതകൾ, എല്ലാ സീസണിന്റെയും ഒരു സവിശേഷത വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിതോഷ്ണ പ്രദേശമാണ്. ഇതല്ലേ ടഫ് ഭാഗം. സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതാകും നിങ്ങൾ പഠിച്ചതിന്റെ അത്രയും വൃത്തിക്ക് ഒരൊറ്റ സ്റ്റുഡൻസ് പഠിക്കാത്ത വിധം അത്രയും അടിപൊളിയായിട്ട് തരും ആ കോഴ്സിന്റെ അകത്ത്. ഫൗണ്ടേഷൻ ബാച്ച് ഉടനെ വരുന്നുണ്ട്. ബഹളം വെക്കരുത്, ഞാൻ ഇപ്പോഴേ പറയുവാണ്. അത് ഉടനെ ലോഞ്ച് ചെയ്യും. അപ്പം 3-4 കണ്ടീഷൻസ് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടുള്ള ഡിലേ ഉള്ളൂ. ഉടനെ വരുവേ. അപ്പം മിതോഷ്ണ പ്രദേശമാണ്. മിതോഷ്ണ പ്രദേശം എന്ന് പറയുമ്പോൾ എന്താ? നിർവാത മേഖല നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഡോൾഡ്രംസ് കേട്ടുണ്ടോ? മിതോഷ്ണ പ്രദേശം. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്ന മിതോഷ്ണ പ്രദേശമാണ്. പഠിച്ചു വെച്ചു. ഇപ്പൊ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു. അടുത്ത എക്സാമിന് കോപ്പി പേസ്റ്റ് വന്ന കിട്ടാൻ പഠിച്ചു വെച്ചു. ഓക്കെ, ഇനി ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏത് രീതിയിലത്തെ തോതാണ് നമുക്ക് ഏറ്റവും വൃത്തിക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? കറക്റ്റ് ആയിട്ട് പ്രസ്താവന രീതിയിൽ തന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എളുപ്പം. കോപ്പി പേസ്റ്റ് വരും, പഠിച്ചോണം. അപ്പൊ ഭൂപടത്തിൽ മാപ്പ് അങ്ങോട്ട് തന്നിട്ട്, LDC മെയിൻസിലൊക്കെ മാപ്പിന് ടഫ് ചോദ്യങ്ങളാവുന്നു, നമുക്കത് സെറ്റ് ആക്കാം. ഈ മാപ്പ് അങ്ങോട്ട് തന്നിട്ട് അതിൽ ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഏതാ? പ്രസ്താവന രീതിയാണെന്ന് പഠിച്ചോണം. അടുത്ത ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ
കണ്ടെത്തുക. ലോക്സഭയുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തണം. ലോക്സഭയുമായി ബന്ധമില്ലാത്തത്. ഞാൻ ഈ ഓപ്ഷൻസ് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ചോദ്യം എന്താണെന്ന് ഞാൻ മറന്നു പോവേ. അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കും ലോക്സഭയുമായി ബന്ധമില്ലാത്തത് വേണം ഇവിടെ ഉത്തരം വരാൻ. ലോക്സഭയുമായി ബന്ധമില്ലാത്തത് വേണം ഇവിടെ ഉത്തരം വരാൻ എന്നിങ്ങനെ പലതവണ പറഞ്ഞ പിന്നീട് സൂപ്പർ ആവേ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു. ആണോ? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അപ്പൊ ഒന്നല്ല. അപ്പം തെറ്റായിട്ടുള്ളതാ വരണ്ട. അപ്പൊ ഇത് വരാം, ഇതും വരാം. അപ്പൊ ഇത് ക്യാൻസലായി, എലിമിനേഷൻ. അടുത്തത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ലോക്സഭയുമായി ബന്ധമുള്ളതാ. ഇവിടെ ചോദ്യം ബന്ധമില്ലാത്തതാ വേണ്ടത്. അപ്പൊ ഉറപ്പായിട്ട് രണ്ടുള്ളത് ഉത്തരത്തിൽ വരത്തില്ല. അപ്പൊ ഇതുകൂടെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. പറ്റത്തില്ലേ? അതിലെ പോയിട്ടുള്ളേ. ഉപരാഷ്ട്രപതി അധ്യക്ഷ വഹിക്കുന്ന സഭ ലോക്സഭയുമായി ബന്ധമില്ല, രാജ്യസഭയുമായിട്ടാ ബന്ധം. അപ്പൊ 3 വരണം 1 വരണം. അപ്പൊ തന്നെ ഇത് ഉത്തരം കിട്ടി. ഇതല്ല. ഓക്കെ ആണോ? ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്ന ലോക്സഭ, അത് ലോക്സഭയുമായി ബന്ധമുള്ളത്, ടിക്കുള്ളതാണ്. അപ്പൊ തെറ്റ് മാത്രം എടുത്ത് ഇങ്ങനെ എഴുതണം. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്തു പോണേ. ഇതിൽ നിന്നുള്ള ചോദ്യം ഉറപ്പാ നിങ്ങൾ എഴുതണം. അടുത്ത 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നറിയപ്പെടും. ഓപ്പറേഷൻ സഫേദ് സാഗർ. ഇതിന് മുന്നിലത്തെ യൂട്യൂബ് പ്ലേലിസ്റ്റും കൂടെ കാണിച്ചു തരാം. മൊത്തം പഠിച്ചിട്ട് പോണേ. അടുത്ത എക്സാം സൂപ്പറായിട്ട് ഏറ്റവും ഇംപ്രൂവ്ഡ് ആയിട്ട് സ്റ്റേജ് 1 എഴുതാൻ നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു തീർക്കണം. ബ്രഹ്മാസ്ത്ര കോഴ്സിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആ എക്സാമിന്റെയും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നടന്ന എക്സാമിന്റെ റിലേറ്റഡ് ഫാക്ട് അതുകൂടെ പഠിച്ചിട്ട് പോയാൽ അഡ്വാൻറ്റേജ്. അപ്പൊ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറയും. അതേപോലെ ഓപ്പറേഷൻ വിജയ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കാർഗിൽ യുദ്ധം ഉണ്ടായിരുന്നു. കുറച്ചുപേരുടെ കൺഫ്യൂഷൻ കമന്റ്സ് ഞാൻ കണ്ട. കാർഗിൽ യുദ്ധം 1999 ഉണ്ടായിരുന്നു. ഈ എന്താ പറയാ ഓപ്പറേഷൻ വിജയ്. അതേപോലെ ഗോവ ലിബറേഷൻ ഉണ്ടായിരുന്നു. ഗോവ ലിബറേഷനും ഉണ്ടായിരുന്നു 1961 ഓപ്പറേഷൻ വിജയ്. ഓർത്ത് വെച്ചോണം. ഇനി ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? മേഘം എവിടെയാ? ഏറ്റവും ഉയരത്തിൽ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ബാറ്റിൽ ഫീൽഡ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേസറാ. അത് പിടിച്ചടക്കിയ നമ്മുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് ആണ് വേൾഡിലത്തെ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. അത് നമ്മൾ പിടിച്ചെടുത്തു. പക്ഷേ അത് നമ്മുടെ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മേഘദൂത്. വിജയിച്ചു. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, സിയാച്ചിൻ പിടിച്ചെടുക്കണം. ഓപ്പറേഷൻ അബാബീൽ എന്ന് പറയും. ഓപ്പറേഷൻ അബാബീൽ എന്നുള്ളത് പാകിസ്ഥാന്റെ ഓപ്പറേഷൻ നെയിമായിരുന്നു. പക്ഷെ നടന്നില്ല. ഓപ്പറേഷൻ മേഘദൂത് അവിടെ വിജയിച്ചു എന്നുള്ളത് ഓർത്ത് വെച്ചോണം. ഓക്കെ അല്ലേ? ഇതും കൂടെ പഠിച്ചു വെക്കുമല്ലോ. അടുത്ത നോക്കിക്കേ, 2ാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെ? ന്യൂറംബർഗ് ആണെന്ന് ഓർത്തോണം. 2ാം ലോക മഹായുദ്ധത്തിലെ ന്യൂറംബർഗ് ആണ്. 2ാം ലോക മഹായുദ്ധത്തിലത്തെ ന്യൂറംബർഗ് ആണെന്ന് ഓർത്തോണം. അടുത്ത ആർട്ടിക്കിൾ 26, അതായത് 25 മുതൽ 28 വരെ മതപരമായിട്ടുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 25 ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമാണ് 25-ലുള്ളത്. 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതാ 26 അല്ലേ? 27 മതപരമായ കാര്യങ്ങൾ ടാക്സിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നു. 28 ആണെങ്കിലോ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണം വേണ്ട എന്നൊക്കെ പറയുന്ന ക്ലോസുകളുമാണ് ഉള്ളത്. അതിന്റെ ആഴത്തിലും ചോദിച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ആർട്ടിക്കിൾ 26-ന്റെ അകത്ത് അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ അത് ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോണം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തുന്നതിലും വനങ്ങളുടെ വന്യജീവികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് 48A ഉണ്ട്. 48 ആണെങ്കിൽ ഗോവധ നിരോധനം, 47 ആണെന്നുണ്ടെങ്കിൽ മദ്യ നിരോധനം, 48 ഗോവധ നിരോധനം, 48A പ്രകൃതി സംരക്ഷണം, 51A പ്രകൃതി സംരക്ഷണം വരും, 31 ഇല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ പെടുന്നത് ഏതൊക്കെയാ? 2ഉം 3ഉം ഈ കൂട്ടത്തിൽ ശരിയാണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാ. അടുത്ത എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറഞ്ഞതിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്? ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണെന്ന് ഓർത്തോണം. ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ ശ്രം പോർട്ടൽ. അടുത്ത തിരിച്ച് PS ചോദിച്ചത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഈ ശ്രം പോർട്ടലിൽ ആരെ പറ്റിയുള്ള ഡേറ്റാബേസ് ആണുള്ളത്?
അസംഘടിത തൊഴിലാളികൾ. ഓക്കെ, അസംഘടിത തൊഴിലാളികളാണെന്നുള്ളത് ഓർത്തു വെച്ചോണം. അതും കിട്ടത്തില്ലേ? കിട്ടുമോ? അടുത്തത്, രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് തന്നു. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾ അംഗീകാരം നൽകാതിരിക്കാം. ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ അംഗീകരിക്കാതിരിക്കാം. ഓക്കെ, വീറ്റോ പവറിനെ പറ്റി പറയുന്നത് 111. ഓക്കെ, ബില്ലുകൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. വീറ്റോ അധികാരത്തിൽ പെടുന്നുണ്ട്. അത് തിരിച്ചയക്കാം, മാറ്റം വരുത്തി കൊണ്ടുപോകാന്ന് പറയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ക്ഷമയോടെ കേട്ട വൃത്തിക്ക് പഠിക്കുക. അടുത്ത, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ച സംസ്ഥാന ബില്ലുകൾ അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കുന്നത്. രാഷ്ട്രപതി എപ്പോൾ അത് അംഗീകരിക്കണം എന്നുള്ളത് ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ രാഷ്ട്രപതിയോട് പറയാനും പറ്റത്തില്ല. ഒന്ന് കേട്ടെ, നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് പറയുക, സാറേ എല്ലാ ക്ലാസ്സിൻ്റെ അകത്തും ഞാൻ തൊപ്പി വെച്ചുകൊണ്ട് വരണമെന്ന് നിങ്ങൾ പറയാം. ചുമ്മാ ചിലപ്പോൾ നിങ്ങൾ പറയും തൊപ്പി വെച്ചുകൊണ്ട് വരണം, അല്ലെ എല്ലാ ക്ലാസ്സിലും ഞാൻ പാട്ട് പാടണം എന്നങ്ങ് പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എഴുതി തന്നു എല്ലാവരുടെ, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരുടെ എഴുതി ഒപ്പിട്ട് തന്നു, ഇന്ത്യ സാറിന് എല്ലാ ക്ലാസ്സിലും പാട്ട് പാടണം തൊപ്പിയും വെച്ചിട്ട് ഇരുന്നോട്ട്. ഓക്കെ, പാടാം. അപ്പൊ നിങ്ങൾ എഴുതി തന്നു, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ചുളുക്കി അങ്ങോട്ട് കളഞ്ഞിട്ട് നോ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് വീറ്റോ ആണ്. പ്രസിഡന്റിന് ഇതേപോലെ നിരസിക്കാം, ആബ്സല്യൂട്ട് വീറ്റോ. വേണ്ട എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് നീറ്റോ, റിജക്ട് ചെയ്തു. ആബ്സല്യൂട്ട് വീറ്റോ ആണ്, റിജക്ട് ചെയ്തു. ഓക്കെ, അതേസമയം അടുത്ത തവണ നിങ്ങൾ ഒന്നുകൂടെ എഴുതി, ക്ലാസ്സിൽ പാട്ട് പാടണം തൊപ്പിയും വെക്കണം എന്ന് ഒന്നുകൂടെ എഴുതി തന്നെന്ന് വെച്ചോ. ഞാനപ്പോൾ എടുത്തു, ചുളുക്കി കളഞ്ഞ ആബ്സല്യൂട്ട് വീറ്റോയാ. അതിന് പകരം അതെ തൊപ്പി വെക്കാം, ഞാൻ പാട്ട് പാടത്തില്ല, ഇതൊന്ന് മാറ്റി തരൂ എന്ന് പറഞ്ഞാൽ തിരിച്ച് നിങ്ങളെ തരുന്നു. അതെന്താ? സസ്പെൻസീവ് വീറ്റോ ആണ്. തിരുത്തിയിട്ട് ഒന്നുകൂടെ അയക്കൂ എന്നാ പറയുന്നത്. അതും വീറ്റോ അധികാരമാണ്. വേണ്ടാന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നത് ആബ്സല്യൂട്ട് വീറ്റോ. ആബ്സല്യൂട്ട്ലി നോ എന്ന് പറഞ്ഞു എന്ന് ഓർത്താൽ മതി, ആബ്സല്യൂട്ട് വീറ്റോ. ഇനി നിങ്ങൾ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടെ തരൂ എന്ന് പറയുന്നത് സസ്പെൻസീവ് വീറ്റോ. അതേസമയം നിങ്ങൾ പറയുക ഇനി പാട്ടും പാടണം തൊപ്പിയും വെക്കണം എന്ന് പറഞ്ഞു എഴുതി തന്നു, ഞാനങ്ങ് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, പരിഗണിക്കാന്ന് പറഞ്ഞു പോക്കറ്റിലിടുന്നു. പിന്നെ ഒരു അനക്കമേ ഇല്ല. റിജക്ട് ചെയ്തോ? ഇല്ല. അക്സെപ്റ്റ് ചെയ്തോ? ഇല്ല. പോക്കറ്റ് വീറ്റോ എന്ന് പറയാതെ. ഓക്കെ, അപ്പൊ 3 വീറ്റോ അധികാരങ്ങൾ പഠിച്ചല്ലോ, ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഓർത്ത് വെച്ചോളൂ. അതിൽ 2 എണ്ണമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1ഉം 2ഉം ഉണ്ട് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. റെഡിയാണോ? കിട്ടിയോ വീറ്റോ അധികാരം? ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്ന അധികാരമാണ് പ്രസിഡന്റിന്റെ 1, 2, 3. ഗവർണറിന്റെ ആണെങ്കിൽ 2, 1, 3യുമാണ്. ഓക്കെ, അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പല തവണ ചോദിക്കാറുണ്ട്. അതേപോലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചോദിക്കും. ലോക്സഭ ഇലക്ഷൻ നടത്തുന്നത് അവരാണോ എന്ന് ചോദിക്കും. അല്ല, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. അതേപോലെ ഇതും ചോദിക്കാറുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ. എന്താ? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുകയല്ല ഉദ്ദേശം. തീർപ്പ് കൽപ്പിക്കുന്നതാണോ മനുഷ്യാവകാശ കമ്മീഷന്റെ? അല്ല. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുക. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു CA അല്ലെങ്കിൽ ഒരു പോലീസിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇയാൾ ഇങ്ങനെയാണ് പെരുമാറിയെന്നുള്ളതും കള്ളക്കേസ് എടുത്തു എന്നുള്ളത് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചോ. അത് മനുഷ്യാവകാശ കമ്മീഷൻ തീർപ്പല്ല കൽപ്പിക്കുന്ന, അന്വേഷിക്കുകയാണ്. ഓക്കെ, അന്വേഷിക്കുകയാണെന്ന് ഓർത്തു വെച്ചോണം. അപ്പൊ അന്വേഷിക്കുക മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതേപോലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നയങ്ങളും എന്നിവ പുനഃപരിശോധിക്കുക. നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങളെ മനുഷ്യാവകാശം ലംഘിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം, അന്വേഷിക്കാം. പിന്നെ ബാക്കി എന്തായിരുന്നു? നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു, നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്നു, അന്വേഷിക്കുക. ഇതൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉദ്ദേശം. അല്ലാതെ എൻഫോഴ്സ് ചെയ്യുവല്ല എന്നുള്ളത് ഓർത്തു വെച്ചോണം. റെഡി? അപ്പൊ 2ഉം 3ഉം ഇതിൽ വരും. ഇതിൽ 2ഉം 3ഉം തിരിച്ചും കൂടി ഇട്ടേക്കോ. ഓപ്ഷൻ നമ്മൾ ഇനി ടെൻഷനുള്ള സമയത്താണ് എക്സാം ഹോളിൽ ഇരിക്കുന്നെങ്കിൽ ഇതും കാണാതെ വരും, ശ്രദ്ധിച്ചോണം. ഓക്കെ, അടുത്തത്, മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറഞ്ഞാൽ ഏതാണ് ശരി? നിലവിലത്തെ IT ചോദ്യങ്ങളെല്ലാം ഇങ്ങനല്ലേ ആണല്ലോ. അപ്പം നിലവിലത്തെ മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറഞ്ഞാൽ ഏതാ ശരി? മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. മെമ്മറി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാണോ? ശരിയല്ലേ? മെമ്മറി ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോസസ്സിങ്ങിനായി CPU ഓരോന്നോരോന്നായി എടുത്ത് നോക്കി ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നതിന് പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പം മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും, പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുണ്ട്? മെയിൻ ആയിട്ട് റാം റോം ഓർത്താ പോരെ? റാം റോം ഓർത്താ മതിയല്ലോ. ശരി, അപ്പൊ പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് അല്ലെ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക്, ഇതൊക്കെ വരത്തില്ലേ?
ഇതൊക്കെ ഓർത്ത് വെക്കോ. ഇതൊക്കെ സെക്കൻഡറി ആണെന്ന് ഓർത്തോണം. അപേക്ഷിച്ച് ചെറിയ സംഭരണ ശേഷി മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിയാണോ? ശരിയാ. പ്രൈമറി മെമ്മറിക്ക് വേഗത കൂടുതലാ ഭയങ്കരമായിട്ടും, പക്ഷെ സൈസ് കുറവാണ്. അടുത്ത റോം എന്ന് പറയുമ്പോൾ പ്രൈമറി മെമ്മറിയാണ്, പക്ഷെ നോൺ വോളറ്റൈലാ. ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ആക്കി ഓൺ ആക്കിയാൽ നഷ്ടപ്പെടത്തില്ല. അതായത് നിങ്ങൾ പെൻഡ്രൈവിലെ നിങ്ങളുടെ ഫോട്ടോകൾ മൊത്തം സേവ് ചെയ്ത് വെച്ചു, അത് സിസ്റ്റത്തിലോ അല്ലെ PC-ലോ കുത്തിയിട്ടുണ്ടായിരുന്നേ, കോപ്പി ചെയ്ത് വെച്ചല്ലോ, എന്നിട്ട് ഊരിയെടുത്തു, അപ്പൊ കറണ്ട് പോയില്ലേ, എന്നിട്ട് ഒന്നുകൂടെ കുത്തുമ്പോൾ ഡേറ്റ അതിലുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ നോൺ വോളറ്റൈൽ എന്ന് പറയും. അതേസമയം മെമ്മറി കാർഡിന്റെ അകത്തോട്ട് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കയറ്റിന്ന് വെച്ചോ, എന്നിട്ട് അത് സിസ്റ്റം അല്ലെങ്കിൽ PC-യിൽ നിന്നും വലിച്ചൂരി. ഓക്കെ, ഇപ്പൊ കറണ്ട് പോയല്ലോ. ഇനി ഒന്നുകൂടെ കുത്തി നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഇല്ല, അത് വോളറ്റൈൽ മെമ്മറിയാ. റാം ആണ് വോളറ്റൈൽ മെമ്മറി. ഓഫ് ആക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഓഫ് ആക്കിയാൽ നഷ്ടപ്പെടത്തില്ല. നമ്മൾ റീസെന്റ് റീൽസിന്റെ അകത്ത് പഠിപ്പിക്കുന്ന ഒരെണ്ണം വരുന്നുണ്ട്. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഈ കൂട്ടത്തിൽ ശരിയാണ്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്ന പ്രധാനപ്പെട്ടത് എന്തൊക്കെയാ നോക്കിക്കേ. വളരെ വേഗത്തിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെ കുറഞ്ഞ ചെലവിലും ഉപഭോക്താക്കളെ തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുക. ഇങ്ങനൊരു ക്ലോസ് ഇല്ല. പിന്നെ സ്വയം കുറ്റപ്പെടുത്തൽ ഇങ്ങനെയില്ല. അപ്പോഴേ ബ്ലണ്ടർ ആണെന്ന് മനസ്സിലായല്ലോ. അറ്റ്ലീസ്റ്റ് ഇത് വരുമ്പോൾ എന്തായാലും ഇതാകത്തില്ലെന്നും നമുക്കറിയാമല്ലോ അല്ലേ. സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ റീസെന്റ് ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് PSC ഇതൊരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 2 എന്തിനെ പറ്റി പറയുന്നു? നമ്മുടെ 2025 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൺസ്യൂമർ റൈറ്റ് ഇല്ലേ, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളില്ലേ ഇല്ലേ, അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 2 പറയുന്നതെന്ന് മറക്കരുത്. അപ്പൊ നമ്മുടെ കൺസ്യൂമർ റൈറ്റ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? റീസെന്റ് ചോദ്യവാ. സെക്ഷൻ 2 കൺസ്യൂമർ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 2 ഓക്കെ. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്, ഓക്കെ. റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ബി അഷ്യോർഡ്, റൈറ്റ് ടു ബി ഹേർഡ്. നമ്മുടെ പരാതികളൊക്കെ കേൾക്കണം, അതേപോലെ നമ്മുടെ പരാതികൾ തീർപ്പ് കൽപ്പിക്കണം, വേണ്ടേ? റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് പ്രോഡക്റ്റ്, നമുക്ക് അങ്ങനെ അവയർനെസ് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റൈറ്റ്സിനെ പറ്റി ഉൾപ്പെടുത്തി സെക്ഷൻ 2 ഓർത്ത് വെച്ചോണം. സെക്ഷൻ 2 ഓക്കെ ആണോ? സെക്ഷൻ 2 കിട്ടിയല്ലോ. അടുത്തിടെ ചോദിച്ചു, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ശരിയായത് ഏതൊക്കെ? നമുക്ക് നോക്കാം. ഗ്രാമപഞ്ചായത്തുകൾ എത്ര എണ്ണം ഉണ്ട്? ഗ്രാമപഞ്ചായത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉടനെ റിവിഷൻ മോഡിലോട്ട് പോകുന്നു. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിന്റെ ആർട്ടിക്കിൾ 40 ആയിരുന്നു. അപ്പൊ ഗ്രാമസഭയോ? ഗ്രാമസഭയാണെങ്കിൽ 243A. രാവിലെ എനിക്ക് തെറ്റി എങ്കിൽ ഞാൻ 100 തവണ റിവൈസ് ചെയ്യും. നിങ്ങളും അതുപോലെ ആവണം. എത്ര തവണ തെറ്റുന്നു അത്രയും കൂടുതൽ തവണ റിവൈസ് ചെയ്യണം കേട്ടോ. പിന്നെ ഒന്നേക്കുമായി ഓർത്തിരിക്കുക. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. ഇതാണ് ശരിയായിട്ടുള്ളത്. ഈ 2 തന്നിട്ടുള്ളത് എവിടെ? 3 അതുകൊണ്ട് ഇത് ശരി ഉത്തരവായി. അടുത്തത്, വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായിട്ടുള്ള വിഷയം ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണം അതായത് ഒരിടത്ത് മാത്രമല്ല ഫുൾ പവറും പ്ലാനിങ്ങും ഇരിക്കുന്നത്. കേന്ദ്രം മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ വാർഡുകൾ നിയന്ത്രിക്കുന്നതാണോ? അല്ല, കേന്ദ്രം പവർ ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റിന് കൊടുത്തു, സ്റ്റേറ്റ് മുനിസിപ്പാലിറ്റി അല്ലെ കോർപ്പറേഷന് കൊടുത്തു. ഡിവൈഡഡ് ആയിട്ടല്ലേ വരുന്നത്. അതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞാൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാന്ന് നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചത്. ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 50ാമത്തെ വർഷം. 50ാമത്തെ വർഷത്തിലാണ് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി വന്നിട്ടുള്ളത്. 100 തവണ ചോദിച്ചിട്ടില്ല, ഒരു 20 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഈ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത 1994 ഇമ്പോർട്ടന്റ് പഞ്ചായത്ത് രാജ് നിയമം വന്ന വർഷം ചോദിക്കും കമന്റ്. 94 കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾ ഊർജം പകർന്നു. ശരിയാണോ? ആണ്. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി അല്ല. 9ാമത്തെ എന്ന് പറഞ്ഞാൽ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടും. പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടും. ഇനി 10ാമത്തെ ആണെങ്കിലോ കേരള മോഡൽ എന്നും അറിയപ്പെടും. ആണല്ലോ. അതുകൊണ്ട് ഇത് തെറ്റുമാണ്. അപ്പൊ 1ഉം 2ഉം ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ട് ഏത് വേണം. അപ്പൊ തെറ്റ് മാത്രമേ ഇവിടെ വരാവൂ. അതായത് 3 വന്നിട്ടുള്ളത് ഏതാ? അത് ബി മാത്രമാണ്. മറക്കല്ലേ. തെറ്റാണോ ശരിയാണോ നോക്കി അതും ബബിൾ ചെയ്യണം. ഇനി കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓംബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സ്കിപ്പല്ലേ പൊതുവേ ഇത്. 271 പഠിച്ചു വെച്ചോണം. റിപ്പീറ്റ് ചെയ്തൊന്ന് കിട്ടണം. 271.
ഇനി ASM എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് അല്ലേ LGS കമ്പനി ബോർഡ് LGS ഡിഗ്രി ലെവലുകാർക്ക് എഴുതാമേ VFA LDC BIFCO അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഇതിനെല്ലാം വേണ്ടിയുള്ള ലോങ് ടേമും അതായത് ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള രീതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഒത്തിരി റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞു, ഒത്തിരി റിപ്പീറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഫൗണ്ടേഷൻ ആൻഡ് ലോങ് ടൈം ബാച്ചിൻ്റെ അകത്ത് ഇത് ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് സബ്ജക്റ്റ് തറവാക്കി പോകണം. അങ്ങനെയാണ് ഫൗണ്ടേഷൻ ലെവലിൽ പഠിക്കുന്നത്. അത് ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ASM അല്ലെങ്കിൽ ഇന്നത്തെ PDF ഈ അടുത്ത PDF ഇട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഫ്രീ കോഴ്സിലോട്ട് പോകുന്നു. ഫ്രീ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും, ഇന്നത്തെ ക്ലാസ്സും വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ PDF വരുന്നു, ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനും പറ്റും. ഇനി ASMന്റെ ക്ലാസ് എഴുതുന്നവല്ല അല്ലെ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിലെ ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ്. ഇപ്പൊ പുത്തനായിട്ട് ബ്രഹ്മാസ്ത്ര വാർ ചലഞ്ച് ASMന് വേണ്ടിയുള്ള വാർ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ആണ്, 100 മാർക്കിന് ടെസ്റ്റ് ഇത് ചെയ്ത് നോക്കണം. ഫ്രീ ആണ്, ഫ്രീ ടെസ്റ്റ് സീരീസ് കിടപ്പുണ്ട്. മലയാളത്തിന്റെ ഫുൾ ഉണ്ട്, ASMന്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇത് 10 ചോദ്യം വെച്ചിട്ടുള്ള ലെവൽസ് ആണ്. ഇത് 100 മാർക്കിന്റെ ഒരെണ്ണമാണ്. വാർ ചെയ്ത് നോക്കണം. ഇത് ചെയ്താൽ നെഗറ്റീവ് മാർക്ക് നിങ്ങളുടെ കുറയും. ഓരോ തവണ ചെയ്യുമ്പോഴും എക്സാമിൽ പോയി ബബിൾ ചെയ്തിട്ട് വന്നിട്ട് വിഷമിക്കത്തില്ലേ? അത് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് പഠിക്കണം. ബ്രഹ്മാസ്ത്ര ചലഞ്ച് ASM വാർ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ കൊടുക്കുന്നതിന്റെ ഒരു വാർ 4 ആണ് ആക്ച്വലി പുറത്തെടുത്തിട്ടേക്കുന്നത്. വാർ 3 വരെ പെയ്ഡ് ബാച്ചിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 4 ഇതാണ്, എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ, ചെയ്ത് നോക്കണം. അതേപോലെ മലയാളം മാത്രമല്ല, കറണ്ട് അഫയേഴ്സിന്റെ ഫുൾ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, IT ആൻഡ് സൈബർ ലോ ഉണ്ട്. ഇനി ഓരോന്നായി ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് SCRT സീരീസ് എല്ലാം വരും. ഇത് ചെയ്ത് പഠിച്ചങ്ങോട്ട് നോക്കണം. ഇനി പെയ്ഡ് കോഴ്സിന്റെ അകത്ത് ASMന് എഴുതാൻ പോകുന്നവരുണ്ട്. 20 സെഷൻസ് ആണ്. അടുത്ത ലൈവ് സെഷൻ 7-ാം തീയതിയാണ്. 7-ാം തീയതി 12 മണിക്കാണ് ASMന് വേണ്ടിയിട്ടുള്ള അടുത്ത ലൈവ് സെഷൻ. അത് ഇപ്പം നമ്മൾ കയറുവാണേലും നിങ്ങൾ കൂപ്പൺ കോഡ് ട്രൈ ചെയ്തെന്ന് എനിക്കറിയാം, പക്ഷെ അത് എക്സിറ്റ് അല്ലെങ്കിൽ എറർ അല്ലായിരുന്നു. ഇപ്പം അത് വർക്കിംഗ് ആണ്. 99, അതായത് പ്ലാറ്റ്ഫോം ചാർജോട് ഉൾപ്പെടെ 103 രൂപയ്ക്ക് ഇപ്പം കിട്ടും. ഇന്ന് വൈകിട്ട് വരെ ഉള്ളൂ. ഫസ്റ്റ് 100 പേർക്ക് വേണ്ടി കൂപ്പൺ റീ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 100 പേർക്ക് ഈ പ്രൈസിൽ കിട്ടും. ഇത് ASM എഴുതുന്നവർക്കുള്ള സീരീസാണ്. ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഫാക്റ്റും പിന്നെ ക്വിസസും ഒക്കെ ആയിട്ടുള്ളതാണ് ഈ ബാച്ച്. ഓക്കെ, 20 എണ്ണം ഉണ്ട്. അതേപോലെ ഇനി നമ്മൾ ഡിഗ്രി ലെവലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് 6-ാം തീയതി ഓഗസ്റ്റ് 6-ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് 4, 5, 6, 6-ാം തീയതി 12 മണിക്ക് SBCAD ബ്രഹ്മാസ്ത്ര മെയിൻ കോഴ്സ്, അതായത് നമ്മുടെ സെക്കൻഡ് ടെസ്റ്റിന്റെ പേപ്പർ 1 മൊത്തമുണ്ട്. പേപ്പർ 2-ലുള്ള GK പിന്നെ SA മെയിൻസിനുള്ള GK SBCAD. ഇതേപോലെ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ഇതിൽ പഠിപ്പിക്കും. ഓഗസ്റ്റ് 6-ന് ബാച്ച് ക്ലോസ് ചെയ്യും. ഓഗസ്റ്റ് 6-ാം തീയതി ഫസ്റ്റ് ക്ലാസ് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടെണ്ണം ഇപ്പൊ ലൈവ് ആണ്. അടുത്ത ASM ബ്രഹ്മാസ്ത്ര കോഴ്സ് 7-ാം തീയതി 12 മണിക്കും SBCAD 6-ാം തീയതി 12 മണിക്കും ഉണ്ടായിരിക്കും. അതേപോലെ വേറെ എന്തെങ്കിലും സംശയങ്ങൾ, ഇനി പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുക്കുക. ഇത് ASM ഫൈനൽ റിവിഷൻ. ഇത്രയും സംഭവങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഓർത്ത് അല്ലെങ്കിൽ കണ്ട് വൃത്തിക്ക് നിങ്ങൾ പഠിക്കുമോ? റെഡി അല്ലേ? അപ്പൊ 299 സ്പെഷ്യൽ ഓഫർ ഇപ്പൊ കിടപ്പുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അല്ലെ പ്ലേ സ്റ്റോറിൽ പോയി ഫാൽക്കൺ അക്കാഡമി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആപ്പ് കിട്ടും, ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇല്ല, നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും റെഡിയാക്കും. ഫസ്റ്റ് ബാച്ച് ഉടനെ ക്ലോസ് ചെയ്യും. നമ്മൾ ടെലഗ്രാമിൽ 10:30 ഡെയിലി നമ്മൾ പഠിപ്പിക്കുന്ന വീഡിയോസിന്റെ ലൈവ് ക്യൂസ് ഉണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. യൂട്യൂബ് വീഡിയോസ് ഓരോന്ന് തന്നിട്ട് അതും പഠിക്കാൻ തരും. എന്നിട്ട് അതിന്റെ ലീഡർ ബോർഡ്സ് ആണ് ഇത്. ഇതേപോലത്തെ ടെസ്റ്റ് സീരീസും ക്യൂസുകൾ നിങ്ങൾ ചെയ്താൽ ഒത്തിരി നെഗറ്റീവ് അടിക്കും, അല്ലേ? ആ നെഗറ്റീവ് അടിച്ചടിച്ചിട്ട് നമ്മൾ ശീലിക്കും ഇത് തെറ്റായി, ഇത് ബബിൾ ചെയ്യരുത് എന്നുള്ളൊരു ബോധം വരും. നമുക്കത് ഭയങ്കര അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ആപ്പിന്റെ അകത്തും ടെലിഗ്രാമിൽ ഈ ക്യൂസ് ഫുൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരിക. എന്തെങ്കിലും ബെറ്റർ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക, സൂപ്പർ ആക്കി തരാം. അപ്പൊ ഈ ASMന്റെ ബ്രഹ്മാസ്ത്ര കോഴ്സ് ഇനിയും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പോട്ടെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.